ചില പാരന്റ്സ് കുട്ടീനെയും കൊണ്ട് ക്ലിനിക്കിൽ വരുമ്പോൾ പ്രത്യേകിച്ച് സ്കിൻ കണ്ടീഷൻസിനൊക്കെ മരുന്നെടുക്കാൻ വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങള് കുട്ടീനെ പുറത്തു പോലും വിടലില്ല ഡോക്ടറെ, മണ്ണിലൊന്നും കളിക്കാൻ വിടലില്ല, എന്നിട്ടാണ് അവന് ഈ രോഗങ്ങളൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോറിയാസിസ്, എക്സിമ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് രോഗപ്രതിരോധ ശേഷിന്റെ കുറവാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ മണ്ണിലിറക്കാണ്ട് വെള്ളത്തിൽ കളിക്കാണ്ട് ഒക്കെ വീട്ടില് അടുക്കി ഒതുക്കി വെച്ച് കഴിയുമ്പം അവർക്ക് ഈ രോഗപ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുന്നത് കുറയും. ഈ അണുക്കളൊക്കെ ആയിട്ട് അവർ കോണ്ടാക്റ്റിൽ വന്നാൽ അല്ലെങ്കിൽ അവരുടെ ശരീരം എക്സ്പോഷർ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ളിൽ അതിനെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുകയുള്ളൂ. അപ്പൊ കുട്ടീനെ നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൃത്തി കൂടിയാലും ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ പുറത്ത് കളിക്കാനൊന്നും വിട്ടിട്ടില്ല എങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവില്ല. പുറത്ത് കളിക്കാൻ വിടുക, മണ്ണിലൊക്കെ കളിച്ചു കഴിയുമ്പം വൃത്തിയായിട്ട് കൈയും കാലും കഴുകി അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അല്ലാണ്ട് അവരെ പുറത്ത് വിടാണ്ടിരിക്കരുത്.